ഈ ബ്രിട്ടീഷുകാരല്ലേ ഇന്ത്യൻ റെയിൽവേ സിസ്റ്റവും ടെലികമ്മ്യൂണിക്കേഷനൊക്കെ കൊണ്ടുവന്ന് പിന്നെന്തിനാണ് നമ്മൾ ഇവരെ ആട്ടി ഓടിച്ചത്? ഗാന്ധിജിയൊക്കെ കഷ്ടപ്പെട്ട് എന്തിനാണ് ഇവരെ ആട്ടി ഓടിച്ചത്? അറിയാം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടില്ലേ? ശരിക്ക് ഈ ബ്രിട്ടീഷുകാർ വരുന്നത് 1700-ലാണ്. 1700-ൽ ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് ഇന്ത്യയുടെ GDP ലോകത്തിൻ്റെ 24% ഇന്ത്യയിലാണ്. ഇന്ത്യയാണ് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കൺട്രി. മാനുഫാക്ചറിങ്, ടെക്സ്റ്റൈൽസ്, സ്പൈസസ് ഇതൊക്കെ ഇന്ത്യക്കായിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇതൊക്കെ ഇവിടുന്ന് കട്ടുകൊണ്ട് കൊണ്ടുപോകണ്ടേ? അതിന് റെയിൽവേ സിസ്റ്റം കൊണ്ടുവന്ന്, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി ടെലികമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്ന്, അങ്ങനെ ഇവിടുന്ന് ഒക്കെ കട്ടുകൊണ്ട് കൊണ്ടുപോയി. ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യക്ക് ആകെ 2%, 3% ബാക്കിയുള്ളൂ. അഥവാ ലോകത്തിൻ്റെ GDPയുടെ 2% മാത്രമാണ് ഇന്ത്യയുടെ വെൽത്ത് ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ ഇന്ത്യ എന്ത് ചെയ്തു? പിന്നെ തകർച്ചയിൽ നിന്ന് ഉയർത്തെണീറ്റു. അതിന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിന് നമ്മളെങ്ങനെ പറയും? റൈസ് ഫ്രം ദ ആഷസ്. നമ്മൾ ഈ തകർച്ചയിൽ നിന്ന് എണീറ്റ് വരൂലേ, അതിനെയാണ് റൈസ് ഫ്രം ദ ആഷസ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ടിപ്സിന് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ ജയ് ഹിന്ദ്.